കമ്മിറ്റി കൂടുന്നു. പിന്നീട് മൂന്നാർ ടൗണിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം. അതിലെന്തുവാ നമ്മുടെ എം എം മണി ആശാൻ പറഞ്ഞത്? എസ് രാജേന്ദ്രന്റെ കയ്യും കാലും തല്ലി ഒടിക്കുമെന്ന്. മര്യാദയ്ക്ക് പെൻഷൻ വാങ്ങിച്ച് ഭാര്യയുമായിട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം, അല്ലെങ്കിൽ പണ്ടു ചെയ്തതൊക്കെ ഞങ്ങൾ ഇനിയും ചെയ്യും, അതൊന്നും മറന്നിട്ടില്ലെന്ന്. പണ്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ എതിരാളികളെ ഞങ്ങൾ തട്ടിക്കളഞ്ഞു എന്ന് പരസ്യമായിട്ട് പറഞ്ഞ ആളാ. അവിടെ സർക്കാരിനെതിരായിട്ട് സമരം നടത്തിയ പെമ്പിളെ ഒരുമൈ എന്ന് പറയുന്ന സംഘടനയിലെ പാവപ്പെട്ട സ്ത്രീകളെ അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതാണ്. ചേട്ടാ, CPM-നെതിരായിട്ട് സമരം ചെയ്യാൻ പറ്റുമോ? അല്ലെ CPM നയിക്കുന്ന ഗവൺമെന്റിനെതിരെ അവിടുത്തെ തൊഴിലാളി സ്ത്രീകൾ സമരം നടത്തുകയോ? അവരെ പറ്റി എന്തൊക്കെ വേണ്ടാധീനങ്ങളാണ് ഈ മനുഷ്യൻ പറഞ്ഞു വരുത്തിയത്. ഈ സമ്മേളനത്തില്, ഈ വിശദീകരണ യോഗത്തില് അദ്ദേഹത്തിന്റെ നാട്ടുമൊഴി വായ്വഴക്കം അതങ്ങനെ പ്രവഹിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ ഭാഷാ പ്രയോഗങ്ങള്. ഈ രാജേന്ദ്രൻ ഇനി RSS-ലോ BJP-യിലോ ഏത് പൂനായി ചേർന്നാലും ഞങ്ങൾക്ക് ഒരു പുല്ലുമില്ല. അതാണ് മണിയാശാൻ പറഞ്ഞത്. തീർത്ത് കളയുന്ന മട്ടില് ആംഗ്യഭാഷയിൽ എന്തോ എന്ന് പറഞ്ഞു. അതുകൊണ്ടിപ്പോ സംസാര ഭാഷയുടെ കൂട്ടത്തിൽ അത് ചേർക്കാൻ പറ്റുന്നില്ല. ഉദ്ദേശം അതാണ്. രാജേന്ദ്രനെ കാണും മിണ്ടിപ്പോയാൽ തീർത്തുകളയും, തട്ടിക്കളയും. ആരാ പറയുന്നത്? MLA, സ്ഥലം MLA, പാർട്ടിയുടെ മന്ത്രിയായിരുന്ന ആള്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആള്,